ഹായ് ഗൈസ്, വെൽക്കം ടു വിദ്യ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ മെമ്മറി ഓഫ് ഡബ്ല്യു ബി ഈറ്റ്സ് എന്ന് പറഞ്ഞൊരു പോയമാണ്. അത് എഴുതിയത് WH ഓഡൻ ആണ്. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, സോ ആ പോയത്തിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് അതിലൊരു ആമുഖം പോലെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് തീംസ് പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 തീംസാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതം. ഓക്കെ, അതുപോലെ തന്നെ പവർ ഓഫ് പോയട്രി, ഹ്യൂമൻ കണ്ടീഷൻ, ഈ വക കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു തീംസായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതുപോലെ തന്നെ WB ഈറ്റ്സിൻ്റെ ജീവിതം, അതുപോലെ മരണം, അതിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് പവർഫുള്ളും വൈഡ് റേഞ്ചിങ്ങുമായിട്ടുള്ള തീംസ് ഈ ഒരു പോയത്തിൽ ഓഡൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡൻ ഒരു എക്സാക്റ്റിംഗ് ടൂണാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഡയറക്റ്റായിട്ടുള്ള ലാംഗ്വേജാണ് ഈറ്റ്സിൻ്റെ മരണത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കറക്റ്റ് എക്സാക്റ്റായിട്ടും കറക്റ്റ് ഡയറക്റ്റായിട്ടും നേരിട്ട് ഡയറക്റ്റായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഡയറക്റ്റായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് ഈറ്റ്സിൻ്റെ ഡെത്തിനെ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഇവിടെ ഓഡൻ ചെയ്തേക്കുന്നത്. ആ ഒരു പോയത്തിൻ്റെ മൂഡ് എന്ന് പറയുന്നത് അറ്റ് ടൈംസ് ചില സമയങ്ങളിൽ അപ്ലിഫ്റ്റിംഗ് ആണ്, ചില സമയങ്ങളിൽ കൺസേണിങ്ങും വറിയുമാണ്, വിഷമം ഉള്ളതാണ്. ഓക്കെ, ചില സമയത്ത് മൂഡ് നല്ല രീതിയിലാണ് പോകുന്നത്, ചില സമയത്ത് ഈ ഒരു പോയത്തിൻ്റെ മൂഡെന്ന് പറയുന്നത് വളരെ വിഷമജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതർ ആർ മെനി ഡാർക്ക് ഇമേജസ്, ഒരുപാട് ഡാർക്കായിട്ടുള്ള, നമുക്ക് എന്താ പറയുക, ഡാർക്ക് എന്ന് പറയുമ്പോൾ ഡെത്തുമായിട്ടാണ് മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഡാർക്കായിട്ടുള്ളതും അതുപോലെ തന്നെ എന്താണ് ചില പ്രതീക്ഷകൾ നൽകുന്ന ഹോപ്പ്ഫുള്ളായിട്ടുള്ള ഇമേജസും കാര്യങ്ങളും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു ബേസിക് സമ്മറിയിലേക്ക് പോവുകയാണെങ്കിൽ അതിനൊരു ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ പോയത്തിലൂടെ പറയുന്നത് WB ഈറ്റ്സിൻ്റെ ജീവിതത്തെ പറ്റിയും അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞ് അതിനുശേഷമുള്ള കാര്യങ്ങളെ പറ്റിയും ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. 3 പാർട്ടുണ്ട് ഇതിന്. ഫസ്റ്റ് പാർട്ടിൽ ഇതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓഡൻ ആ ഒരു നഷ്ടത്തെ പറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ WB ഈറ്റ്സ് മരിച്ചത് ഒരു നഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് അദ്ദേഹത്തെ ചെയ്തതായിരിക്കാം, ചിലപ്പം അദ്ദേഹം ഈ WB ഈറ്റ്സിനെ ചുറ്റിപ്പറ്റി നിന്ന ആളുകളെ പറ്റി ചെയ്തതായിരിക്കാം, നമുക്ക് നോക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നു ഇതൊരു വേൾഡ് തലത്തിലോ ഗ്ലോബൽ തലത്തിലൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല. അദ്ദേഹത്തിൻ്റെ ഭരണം എന്നൊന്നും ഒരാൾ മരിക്കുന്ന പോലെ കടന്നു പോയെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ WH ഓഡൻ WB ഈറ്റ്സിലൂടെ ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്, ഇൻ മെമ്മറി ഓഫ് WB ഈറ്റ്സിലൂടെ പറയുന്നത്. സെക്കൻഡ് സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ഒരു സെക്കൻഡ് പേഴ്സൺ സ്പീക്കറെ അവിടെ കൊണ്ടുവരികയാണ് നമ്മുടെ WH ഓഡൻ. സെക്കൻഡ് പേഴ്സൺ സ്പീക്കറെ കൊണ്ടുവരുന്നു. ആ സെക്കൻഡ് പേഴ്സൺ സ്പീക്കർ ആര് തന്നെയാണ്? ഈറ്റ്സ് തന്നെയാണ്. മരണപ്പെട്ടു പോയ ആ WB ഈറ്റ്സ് തന്നെ അവിടെ ഒരു സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ. തേർഡ് സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു എലജി ആയിട്ട് മാറുകയാണ്. പുതിയ കാര്യങ്ങൾ പറയുന്നു, പഴയ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നു. ശേഷം പോയട്രി, ഒരു മനുഷ്യരാശിക്ക്, ഹ്യൂമൻ കൈൻഡിന് ഒരു പോയട്രി എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പോയട്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു മനുഷ്യരാശിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്? തേർഡ് സെക്ഷനിൽ കാണിക്കുന്നുണ്ട്. അത് മെയിനായിട്ട് പറയുന്നത് നമ്മുടെ വേൾഡ് വാർ 2, WW2 എന്ന് പറയുന്നത് വേൾഡ് വാർ 2 ആണ്. ഓക്കെ, വേൾഡ് വാർ 2ൻ്റെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു എന്നൊക്കെ ഈ ഒരു പോയട്രിയുടെ ഒരു ഇമ്പാക്റ്റ്നെസ് തേർഡ് സെക്ഷനിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ ഇൻ മെമ്മറി ഓഫ് WB ഈറ്റ്സ് ബൈ WH ഓഡനിൽ അതൊരു 3 പാർട്ട് പോയമാണ്. 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന ഒരു പോയമാണ്. 3 പാർട്ടിനും വ്യത്യസ്തകരമായിട്ടുള്ള ലെങ്സാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 6 സ്റ്റാൻസകളാണെങ്കിൽ സെക്കൻഡിൽ ഒരെണ്ണമേ ഉള്ളൂ. തേർഡിൽ 6 പിന്നെയും കൊണ്ടുവന്നേക്കുകയാണ്. പക്ഷേ ആദ്യത്തെ 2 പാർട്ടുകളിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു റൈം സ്കീം ഫോളോ ചെയ്തിട്ടില്ല. WH ഓഡൻ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ തേർഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ആ 6 സ്റ്റാൻസയുള്ള തേർഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എലജി ഫോമിൽ വന്നിട്ട് ഒരു റൈം പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ആ റൈം പാറ്റേൺ ആണ് AABBCCCCDD. ഓക്കെ, അതുപോലെ തന്നെ ഒരു ചേഞ്ചിങ് എൻ സൗണ്ട്സും ഒരു രീതിയിലുള്ള ഒരു ഭാഗമാണ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് 2 പാർട്ടുകളെക്കാളും ഒരു നല്ലൊരു സ്ട്രക്ചർ കൊണ്ടുവന്നേക്കുന്ന തേർഡ് പാർട്ടിലാണ്. തേർഡ് പാർട്ട് അതൊരു എലജി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ഒരു കറക്റ്റ് റൈം സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ഫിറ്റാണെന്ന്, ആ ഒരു ഭാഗം ഫിറ്റാണെന്ന് ആർക്ക് തോന്നി? WH ഓഡന് തോന്നി.
ഓരോ സെക്ഷനിലും ഓരോ പാർട്ടുകളിലും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളാണ്, പലതരത്തിലുള്ള ഗോളുകളാണ് നമ്മുടെ ഓടൻ മൈൻഡിൽ വെച്ചേക്കുന്നത്, മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്. ആദ്യത്തെ പാർട്ടിലെ ഇമേജുകൾ WB ഈറ്റ്സിൻ്റെ മരണമാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ രണ്ടാമത്തേൽ ആ പോയിറ്റിനെ പറ്റി WB ഈറ്റ്സ് തന്നെ അവിടെ വരികയാണ്, വന്നിട്ട് പറയുന്ന പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. തേർഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ട്രഡീഷണൽ എലജി ഫോമിലോട്ട് അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഏതൊക്കെ തരത്തിലുള്ള പോയറ്റിക് ടെക്നിക്സ് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഓടൻ പലതരത്തിലുള്ള പോയറ്റിക് ടെക്നിക്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് എൻചാപ്മെൻറ്റിനെ പറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ പറയാം. എൻചാപ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ എ ലൈൻ ഈസ് കട്ട് ഓഫ് ബിഫോർ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റോപ്പിംഗ് പോയിൻറ്റ്. അപ്പം ഒരു വരി നമുക്ക് എവിടെ നിർത്തണമെന്ന് നാച്ചുറലായിട്ട് നമുക്കറിയാം. പക്ഷേ അതിനു മുമ്പ് അങ്ങ് കട്ട് ഓഫ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു പോയറ്റിക് ടെക്നിക്കാണ് ഇത് എൻചാപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പോയം നമുക്ക് എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ എഴുതി തുടങ്ങുമ്പോഴോ അത് എവിടെ കൊണ്ട് നിർത്തണമെന്ന് നമുക്കറിയാം. നമുക്കൊരു സ്റ്റോപ്പിംഗ് പോയിന്റ് കാണും, ഒരു ഫുൾ സ്റ്റോപ്പ് പോയിന്റ് കാണും. പക്ഷേ അതിനു മുമ്പ് ഒരു ഒട്ടും നാച്ചുറൽ അല്ലാത്തൊരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇതങ്ങ് കട്ട് ഓഫ് ചെയ്യുകയാണ്. അതിന് ആ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് എൻചാപ്മെൻറ്റ്. അടുത്ത പോയറ്റിക് ടെക്നിക്ക് അലൂഷൻ എന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ തീർത്തും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ്. ചിലപ്പോൾ ഒരു ഐഡിയയെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ ഒരു പേഴ്സണെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ ഒരു ഈവൻറ്റിനെ പറ്റിയുള്ളൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ആണ് അലൂഷൻ എന്ന് പറയുന്നത്. അത് പ്രോസിലും വേഴ്സിലും പദ്യത്തിലും ഗദ്യത്തിലുമുള്ള റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയറ്റിക് ടെക്നിക്കാണ് ഇത്, ഈ ഒരു അലൂഷൻ എന്ന് പറയുന്നത്. അലിട്രേഷൻ എന്താണെന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ടുതൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അലിട്രേഷൻ അല്ലേ. അപ്പം അലിട്രേഷൻ, ഈ ഒരു 3 പോയറ്റിക് ടെക്നിക്സാണ് ആര് യൂസ് ചെയ്തേക്കുന്നത്, മെയിൻലി നമ്മുടെ ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അലൂഷൻ എന്ന് പറഞ്ഞ ഒരു പോയറ്റിക് ടെക്നിക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പോയത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ഓടന് കുറച്ച് ഈഡ്സിൻ്റെ വർക്ക്സുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ വർക്കുകൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി അത് ഒരു ഐറിഷ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുകളെ പറ്റി പറയുന്ന കുറച്ച് വർക്കുകളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഫൈനൽ സെക്ഷനിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ട്രാജഡീസ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 1939 എന്ന് പറഞ്ഞ ആ ഇയറിനെ പറ്റി, അത് ഉച്ചസ്ഥായിൽ നിൽക്കുന്ന വേൾഡ് വാർ ഉച്ചസ്ഥായിൽ നിന്ന ആ ഒരു 1939 ഇയറിനെ പറ്റിയും ഈഡ്സ് മരണപ്പെട്ട ആ വർഷത്തെ പറ്റിയൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. പിന്നെ അലിട്രേഷൻ എന്താണെന്ന് നമുക്കറിയാം. അതിന് എക്സാമ്പിളാണ് ഈ പോയത്തിലുള്ള ഫസ്റ്റ് സ്റ്റാൻസയിലെ ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ 4ാമത്തെ ലൈനായ ഡൈയിങ് ഡേ അലിട്രേഷൻ്റെ എക്സാമ്പിളാണ്. പിന്നെ സ്റ്റാൻസ 3 തന്നെ ആ സെയിം സെക്ഷനിൽ തന്നെ സൈലൻസ് ആൻഡ് സബബ്സ്, ഇതൊക്കെ അലിട്രേഷന് എക്സാമ്പിളായിട്ട് പറയാം. തേർഡ്ലി മെയിൻ പോയറ്റിക് ടെക്നിക്ക് എൻചാപ്മെൻ്റ് ആണ്. എൻചാപ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈൻസ് 3 and 4 ഫസ്റ്റ് സ്റ്റാൻസിലെ 3-4 ലൈനുകളിൽ ഏത് സെക്ഷനാണ് ഇത് പാർട്ട് 3 ഫസ്റ്റ് സ്റ്റാൻസിലെ 3 and 4 ലൈൻസിൽ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻസ 3 തന്നെ ആ സെക്ഷൻ 3 തന്നെ പാർട്ട് 3 സ്റ്റാൻസ 3 ഒന്നാമത്തെയും രണ്ടാമത്തെയും ലൈനുകൾക്കിടയിൽ നോക്കിയാൽ നമ്മൾ ഈ എൻചാപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ടെക്നിക്ക് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഇതിൻ്റെ അനാലിസിസിലേക്കാണ്. മെയിൻ അനാലിസിസ് ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കിയിരിക്കുന്നതെന്ന് അറിയാം. ഓക്കെ, ഇതിൻ്റെ എല്ലാ സെക്ഷനും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് 1 സ്റ്റാൻസ 1 എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം പാർട്ട് 1 ഫസ്റ്റ് സ്റ്റാൻസ അതിൽ പറയുന്നത് ഹി ഡിസപ്പിയർഡ് ഇൻ ദ ഡെഡ് ഓഫ് വിന്റർ, ദ ബ്രൂക്സ് വെയർ ഫ്രോസൺ, ദ എയർപോർട്ട് ഓൾമോസ്റ്റ് ഡിസേർട്ടഡ് ആൻഡ് ദ സ്നോ ഡിസ്ഫിഗേർഡ് ദ പബ്ലിക് സ്റ്റാച്യൂസ്, ദ മെർക്കുറി സാങ്ക് ഇൻ ദ മൗത്ത് ഓഫ് ദി dying day, what instrument we have agreed, the day of his death was a dark cold day. ഇതിൽ പറയുന്നത് WB ഈറ്റ്സിൻ്റെ മരണത്തെ പറ്റി തന്നെയാണ്. WB ഈറ്റ്സ് ആ ഒരു തണുപ്പ് കാലഘട്ടത്തിൽ എന്താ പറയുന്നത്, നമ്മളിൽ നിന്നും അകന്നു പോയി അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വിട്ടുപോയെന്നാണ് ആര് പറയുന്നത്, WH ഓഡൻ ഇതിൽ പറയുന്നത്. അതിൽ ആ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് ഹി ഡിസപ്പിയർഡ് ഇൻ ദ ഡെഡ് ഓഫ് വിൻ്റർ. ആ ഒരു ഡെഡ് ഓഫ് വിൻ്റർ തന്നെ ആര് ഡിസപ്പിയർ ചെയ്തു, WB ഈറ്റ്സ് ഡിസപ്പിയർ ചെയ്തു. ദ ബ്രൂക്സ് വെയർ ഫ്രോസൺ, ദ എയർപോർട്ട് ഓൾമോസ്റ്റ് ഡിസേർട്ടഡ്. ബ്രൂക്സ് വെയർ ഫ്രോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുവികൾ, ചെറിയ പുഴകൾ എന്ത് ചെയ്തു, തണുത്ത് മരവിച്ച അവസ്ഥയിലായി. നമുക്കറിയാം വിൻ്റർ സീസണൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അരുവികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐസ് കട്ട പോലെ ഇരിക്കും.
അതാണ് ബ്രൂക്സ് വെയർ ഫ്രോസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയർപോർട്ട് ഓൾമോസ്റ്റ് ഡിസേർട്ടഡ്, എയർപോർട്ടുകളെല്ലാം എന്താണ് ശൂന്യമായി കിടക്കുകയാണ്. സ്നോ ഡിസ്ഫിഗേർഡ് ദ പബ്ലിക് സ്റ്റാച്യൂസ്. നമ്മുടെ നാട്ടിൽ ഉണ്ട് പബ്ലിക് സ്റ്റാച്യൂസ് ഉണ്ടല്ലേ, പബ്ലിക് സ്റ്റാച്യൂസ്. അതുപോലെ തന്നെ അമേരിക്കയിൽ സുലഭമായിട്ട് നമുക്ക് ഈ പബ്ലിക് സ്റ്റാച്യൂസ് കാണാം. അതെല്ലാം ഈ സ്നോ കൊണ്ട് മൂടി ഡിസ്ഫിഗേർഡായി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് കിടക്കുകയാണെന്നാണ് ആര് പറയുന്നത്, WHO ഓർഡൻ പറയുന്നത്. ഇപ്പം ഈ വക കാര്യങ്ങളെല്ലാം ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു ഡെത്ത് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ആര് ചൂണ്ടിക്കാണിക്കുന്നത്, WB ഈഡ്സിലൂടെ, ഇൻ മെമ്മറി ഓഫ് WB ഈഡ്സിലൂടെ WHO ഓർഡൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ആ ഈഡ്സിൻ്റെ ഒരു മരണം തന്നെയാണ്, ഈഡ്സ് മരിച്ചുപോയി എന്ന് പറയുകയാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ ഉടനീളം. അതിന് കുറച്ച് ഇമേജസ്, ഡെത്തിങ് ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഫസ്റ്റ് സ്റ്റാൻസയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് സ്റ്റാൻസ. സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത് ഈ ഒരു മനുഷ്യൻ മരിച്ചിട്ട്, WB ഈഡ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു മനുഷ്യൻ മരിച്ചിട്ട്, ഫാർ ഫ്രം ഹിസ് ഇൽനസ് മരിച്ചിട്ട് പ്രകൃതിയിൽ അതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല, മനുഷ്യർക്കിടയിലും അതൊരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം നോക്കുമ്പോൾ എന്താണ്, ദ വൂൾഫ്സ്, ചെന്നായ്ക്കൾ എന്താണ്, ദേ ആർ സ്റ്റിൽ റണ്ണിങ് ത്രൂ ദ ഫോറസ്റ്റ്. അവർ കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എന്നെന്നുള്ള പോലെ അവർ കാട്ടിനിടയിൽ കൂടി ആ എവർഗ്രീൻ ഫോറസ്റ്റിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പെസൻറ്റ് റിവർ, ആ ഗ്രാമീണ പ്രദേശത്തിലൂടെ ഒഴുകുന്ന ആ നദിക്ക് ഒരു ചാഞ്ചോട്ടവുമില്ല, അത് എന്നെന്നും ഉള്ളതുപോലെ അത് ഫാഷനബിളായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അതും ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ആർക്കും ഒരു വിഷമവുമില്ല, പ്രകൃതി എന്നുള്ള പോലെ പ്രകൃതി പൊയ്ക്കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ എന്നുള്ള പോലെ മനുഷ്യനും പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു നോർമൽ ഡേ പോലെ ആ ദിവസവും കടന്നുപോയി. പക്ഷേ ആർക്കാണ് വിഷമം കൂടുതൽ? ഇത് കാണുമ്പോൾ ഈ സ്പീക്കറിന്, ഈ WHO ഓർഡന് അത്യന്തികമായ വിഷമം അനുഭവപ്പെടുന്നുണ്ട്. അവസാനത്തെ ആ സ്റ്റാൻസിലുള്ള 2 ലൈൻസിൽ പറയുന്നത് ഈ ഒരു മരണത്തിൽ അത് ആർക്കും തന്നെ ഒരു വിഷമവുമില്ല, വലിയ വിഷമം ആർക്കും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹം മരിച്ചാലും അദ്ദേഹത്തിൻ്റെ പോയംസ് കെപ്റ്റ് ഫ്രം ദ ഡെത്ത് ഓഫ് ദി പോയറ്റ് വാസ് കെപ്റ്റ് ഫ്രം ഹിസ് പോയംസ്. അദ്ദേഹത്തിൻ്റെ പോയംസ് എന്ത് ചെയ്യും? അത് അമാനുഷികമാണ്, അതിന് മരണമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു പോയത്തിന് ഒരു മരണവുമില്ല. അത് ഇനി എത്ര നാളുണ്ടോ, അതുകൊണ്ട് ഈ ഒരു 2021 കാലഘട്ടമായി, ഈ കാലഘട്ടത്തിൽ വരെ അതിന് പ്രാധാന്യമുണ്ട്. മനസ്സിലായില്ലേ? അദ്ദേഹം മരിച്ച് മണ്ണിനോട് അല്ലെങ്കിൽ ചേർന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഏതൊരു റൈറ്ററും ആഗ്രഹിക്കുന്നതാണത് അല്ലേ? ഏതൊരു എഴുത്തുകാരനും ആഗ്രഹിക്കുന്ന കാര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും നടക്കും, ഉറപ്പായിട്ടും നടക്കുമെന്നാണ് ആര് പറയുന്നത്, WHO ഓർഡൻ പറയുന്നത്. അടുത്ത നെക്സ്റ്റ് സ്റ്റാൻസ 3 ആണ്. ഈ സ്റ്റാൻസ 3ൽ നമ്മുടെ റീഡേഴ്സിന് ഒരുപാട് ഹ്യൂമൻ പിക്ചേഴ്സ്, നമ്മുടെ WB ഈഡ്സിൻ്റെ മരണത്തിനെ പറ്റിയുള്ള ഒരുപാട് ഹ്യൂമൻ പിക്ചേഴ്സ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്, ഓർഡൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ബട്ട് ഫോർ ഹിം ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് ആഫ്റ്റർനൂൺ ആസ് ഹിസെൽഫ്. അദ്ദേഹത്തിന് അത് അവസാനത്തെ ആഫ്റ്റർനൂൺ ആയിരുന്നു. ആ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റ്സ് അദ്ദേഹം ആരുമായിട്ടാണ് ചിലവഴിച്ചത്? ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാരായിട്ടാണ് ചിലവഴിച്ചത് കൂടുതലും. അദ്ദേഹത്തിൻ്റെ ശരീരം, അടുത്ത ലൈനിൽ പറയുന്നത് ദ പ്രൊവിൻസ് ഓഫ് ഹിസ് ബോഡി റിവോൾട്ടഡ്. അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തോട് തന്നെ യുദ്ധം ചെയ്യുകയാണ്. He depicts its body at war with itself. His body revolted against itself. അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തോട് തന്നെ റിവോൾട്ട് ചെയ്യുകയാണ്. The squares of his minds were empty. The squares of his minds were empty. അത് പ്രധാനമായിട്ടും അവിടെ ഒരു സ്ക്വയർ എന്നുദ്ദേശിക്കുന്നത് സിറ്റി സ്ക്വയറിൻ്റെ ഒരു ആർക്കിടെക്ചറിനെയാണ്. ആ അദ്ദേഹം കിടക്കുന്ന ഹോസ്പിറ്റലിനെ പറ്റിയായിരിക്കാം പറയുന്നത്. അപ്പം അവിടെയെല്ലാം എന്താണ്, എംറ്റിനെസ് കൊണ്ട് നിറഞ്ഞു. There was nothing but silence in the suburbs. Silence invaded the suburbs. Suburbs എന്ന് പറയുന്ന നഗരപ്രദേശം, ആ പ്രാന്തപ്രദേശം, നഗരപ്രദേശത്ത് എന്താണ് ചുറ്റും ആ പ്രദേശം മുഴുവൻ ശാന്തതയുടെ ഒരു അവസ്ഥ, സൈലൻസ് മൊത്തം പടർന്നു പിടിച്ചു എന്നാണ് WHO ഓർഡൻ പറയുന്നത്. ഈ ഒരു സ്റ്റാൻസ പറയുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ പിക്ചേഴ്സ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പം ഹ്യൂമൻ ബിൽറ്റ് ഇമേജസ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹ്യൂമൻ ബിൽറ്റ് ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു നേഴ്സസ്, ഹോസ്പിറ്റൽ, ഇതൊക്കെ ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ആണ്, നാച്ചുറൽ ഇമേജ് അല്ല. അതൊക്കെ നാച്ചുറൽ ഇമേജ് എന്ന് പറയുമ്പോൾ അരുവി, പ്രദേശം, കുന്നുകൾ, മരങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് നാച്ചുറൽ ഇമേജറി എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഇത് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടൊരു ഹ്യൂമൻ ഇമേജസ് ആണ് ഈ ഒരു സ്റ്റാൻസിൽ ആര് കൊണ്ടുവന്നേക്കുന്നത്, WHO ഓർഡൻ കൊണ്ടുവന്നേക്കുന്നത്.
അത് പറയാൻ കാരണം ഹ്യൂമൻ ബിൽറ്റ് ഇമേജസ് നമ്മളിപ്പം ഞാൻ പറയാം, നമ്മൾ മനുഷ്യനുണ്ടാക്കിയ മനുഷ്യൻ്റെ കാര്യങ്ങൾ, ഇപ്പം മനുഷ്യൻ്റെ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന ഇമേജസ് തൊട്ട് മുമ്പേ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ഇമേജറി ആയിട്ട് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. തൊട്ട് മുമ്പേ പ്രീവിയസ് സ്റ്റാൻസിലൊക്കെ പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ള ഇമേജസ് ഉണ്ടല്ലോ, നമ്മുടെ അരുവികളുടെ കാര്യം പറഞ്ഞു, അതുപോലെ വൂൾഫ്സിൻ്റെ കാര്യം പറഞ്ഞു, അതുമായിട്ട് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഹ്യൂമൻ ബിൽറ്റ് ഇമേജസ്. അടുത്ത നമ്മുടെ ലാസ്റ്റ് ലൈനിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ലൈനിൽ വെള്ളത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു വാട്ടറിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇമേജ് ഓഫ് വാട്ടർ ഹി ടച്ച്ഡ് ഓൺ ദ ഏർലിയർ ഇൻ ദ പോയം. അതുപോലെ തന്നെ പൊയറ്റ് എന്തായി മാറുന്നു, ഈ WB ഇറ്റ്സ് എന്ന് പറഞ്ഞ പൊയറ്റ് എന്തായി മാറുന്നു, അദ്ദേഹത്തിന് അഡ്മറേഴ്സ് ആയിട്ട് മാറുന്നു. ഞാനെന്ന വ്യക്തി, ഇപ്പോൾ ഞാനൊരു പോയിട്ടാണ്, ഞാനെന്ന വ്യക്തി എനിക്ക് എൻ്റെ ഫോളോവേഴ്സായിട്ട് ഞാൻ മാറുന്നു. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് കവിതകൾ എഴുതുകയാണ്. അപ്പം എൻ്റെ കവിതകൾ ഞാൻ എൻ്റെ ഫോളോവേഴ്സിന്, എന്നെ അഡ്മയർ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യുകയാണ്, പകർത്തി നൽകുകയാണ്. അവരത് വായിക്കുകയാണ്. അവരിലൂടെ ഞാൻ ജീവിക്കുകയാണ്. ഇപ്പോൾ അതാണ് പറയുന്നത്, പോയറ്റ് ബിക്കെയിം ഹിസ് അഡ്മറേഴ്സ്. പോയിട്ട് എന്തായിട്ട് മാറുന്നു, അഡ്മററായിട്ട് മാറുകയാണ്. ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാൻ പോയിട്ടാണെങ്കിൽ ഞാനെന്ന വ്യക്തി ഞാൻ എൻ്റെ ഫോളോവറായിട്ട് മാറുകയാണ്. എൻ്റെ ഫോളോവേഴ്സായിട്ട് ഞാൻ ജീവിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ മരിച്ചു വന്നാലും എൻ്റെ കവിതകൾ അവരിൽ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അവരാണ് ഞാൻ, അവർ തന്നെയാണ് ഞാൻ. അപ്പോൾ അവരായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. ആ WB ഇറ്റ്സ് അവരായിട്ട് മാറിയിരിക്കുന്നു എന്ന് ഇവിടെ WH ഓഡൻ പറയുന്നുണ്ട്. സ്റ്റാൻസ 4 ആണ് അടുത്തത്. സ്റ്റാൻസ 4 പറയുന്നത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയാണ്. WB ഇറ്റ്സ് മരിച്ചിട്ടില്ല എന്ന് ആര് പ്രസ്താവിക്കുകയാണ്, നമ്മുടെ WH ഓഡൻ പ്രസ്താവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സോൾ, അദ്ദേഹത്തിൻ്റെ എസൻസ് 100 കണക്ക് സിറ്റീസിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്, ഇങ്ങനെ വിതറിക്കിടക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഹി സ്റ്റിൽ ലിവിങ് ഇൻ എ വേ ബട്ട് ഹാസ് നോ കൺട്രോൾ ഓവർ ഹൗ ഈസ് പെർസീവ്ഡ്. അദ്ദേഹത്തിന് ഒരു കൺട്രോളുമില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഇപ്പോൾ ഒരു കൺട്രോളുമില്ല. അദ്ദേഹം നമ്മളിലൂടെ, അദ്ദേഹത്തിൻ്റെ അഡ്മേഴ്സറിലൂടെ നമ്മളിലൂടെ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഡ്മേഴ്സാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തെ പറ്റി നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം അവിടെ പുനർജനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ അദ്ദേഹം എന്ന മനുഷ്യനെ പറ്റിയുള്ള കാര്യങ്ങളെന്ന് അദ്ദേഹം തന്നെ പുനർജനിക്കുകയാണ് ഇവിടെയെന്ന് ആര് പറയുന്നു, WH ഓഡൻ. അദ്ദേഹത്തിന് മരണമില്ല, ഹി ഈസ് ഇമോർട്ടൽ. ഈ ഒരു സ്റ്റാൻസിൽ ഉടനീളം WH ഓഡൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി, ആരുടെ ലെഗസി, ഈ ഒരു WB ഇറ്റ്സിൻ്റെ ലെഗസി സർവൈവ് ചെയ്യുക തന്നെ ചെയ്യും. അദ്ദേഹം മരിച്ചാലും, അദ്ദേഹം മരണപ്പെട്ടാലും എന്ത് ചെയ്യും, അദ്ദേഹം ജീവിക്കും, നമ്മളിലൂടെ ജീവിക്കുമെന്നാണ് ആ ഒരു സ്റ്റാൻസിലുടനീളം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റിയ ആളുകൾ അദ്ദേഹം മരിച്ചാലും അല്ലെങ്കിൽ മരണപ്പെടേണ്ട അവസ്ഥയിൽ നിന്നാൽ പോലും ഇപ്പം മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. കിടക്കുമ്പോഴത്തേക്ക് ലോകമെമ്പാടും ആളുകൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണ്, നല്ലൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഇങ്ങനെയാണ്. ചില ആൾക്കാർ പറയും, അയാൾ എന്താ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കുറച്ച് വാക്സ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇൻഡിവിജ്വലി അയാളൊന്നും കൊള്ളാത്തൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പല രീതിയിലും ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി, മരിക്കാൻ കിടക്കുന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി പറയും. മരിച്ചതിന് ശേഷം ഇത് തന്നെ ആവർത്തിക്കും. ചില ആൾക്കാർ പറയും അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, ചില ആൾക്കാർ പറയും അദ്ദേഹം മോശം മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ വർക്കുകളൊന്നും കൊള്ളത്തില്ലായിരുന്നു എന്ന് ചില ആൾക്കാരൊക്കെ പറയും. പക്ഷേ എന്തൊക്കെ തന്നെയാലും അദ്ദേഹം മരിച്ചുപോയി. WB ഇറ്റ്സ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള ബോഡി മരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹമല്ലേ ആ കവിതകളൊക്കെ പറയേണ്ടത്. ആ ഒരു മനുഷ്യൻ, ആ ഒരു വ്യക്തിയില്ല. അദ്ദേഹം ഒരു ഡെഡ് മാൻ തന്നെയാണ്. വേർഡ്സ് ഓഫ് എ ഡെഡ് മാൻ. അദ്ദേഹം ഒരു ഡെഡ് മാൻ തന്നെയാണ്. അദ്ദേഹത്തെ നമുക്കിനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരികയാണെന്നാണ് ആര് പറയുന്നത്, ഇവിടെ WH ഓഡൻ പറയുന്നത്. ആ ഒരു സ്റ്റാൻസിലുടനീളം അത് തന്നെയാണ് പറയുന്നത്. ഈ ഫോറിൻ കോഡ് ഓഫ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വ്യക്തികളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അനദർ കൈൻഡ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാലും മറ്റുള്ള വ്യക്തികളെ പറ്റിയാണ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളിലൂടെ അദ്ദേഹം ജീവിക്കുന്നു. അടുത്തത് സ്റ്റാൻസ 5 ആണ്. സ്റ്റാൻസ 5 നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യൻ്റെ ആ ഹ്യൂമൻ വേൾഡ് ഒന്നും അറിയാത്ത പോലെ, നോർമൽ പോലെ അറിയുന്നുണ്ട്. ഈഡ്സിൻ്റെ മരണം അറിയുകയാണുമായിരിക്കും. പക്ഷേ അവർക്കതൊന്നും ഒരു പ്രശ്നമില്ല. അവരുടെ എന്നുള്ള ജീവിതം പോലെ തന്നെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു സിമിലി അടുത്ത സ്റ്റാൻസിൽ യൂസ് ചെയ്തേക്കുന്നത്. അതാണ് ദ ബ്രോക്കേഴ്സ് ആർ റോറിങ് ലൈക്ക് ബീസ്റ്റ്. ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ബ്രോക്കർ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ബ്രോക്കേഴ്സ്. ബോക്സ് എന്ന് പറഞ്ഞാൽ BOURSE എന്ന് പറഞ്ഞാൽ ബോൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
വാൾ സ്ട്രീറ്റ്, പാരീസ് വേർഷൻ ഓഫ് വാൾ സ്ട്രീറ്റ്. വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ബോംബെയിലെ ഓഹരി വിപണിയിലെ ആ ഒരു പ്രദേശമില്ല, അതേപോലെ അമേരിക്കയിലെ ഓഹരി വിപണിയുടെ ഒരു ഭാഗമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു സെക്ഷനാണ്, ഒരു ബിഗ് സെക്ഷനാണ് എന്താണ് വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ വാൾ സ്ട്രീറ്റിൻ്റെ പാരീസ് വേർഷൻ എന്നാണെങ്കിൽ നമുക്ക് പറയാം, പാരീസ് വേർഷൻ എന്നെങ്കിൽ പറയാം. അപ്പം അവിടെയുള്ള ആ വാൾ സ്ട്രീറ്റിലുള്ള ആ പാരീസ് വേർഷനിലുള്ള ആ ഒരു ബോർഡ്സിലുള്ള ആ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ബ്രോക്കേഴ്സ് എന്ത് ചെയ്യുകയാണ്? സ്റ്റോക്ക് മാർക്കറ്റ് ബ്രോക്കേഴ്സ്, ഓഹരി വിപണിയിലുള്ള ബ്രോക്കേഴ്സ്, ദേ ആർ റോറിങ് ലൈക്ക് എ ബീസ്റ്റ്. അവരെന്താണ് കിടന്ന് അലമുറുകിടുകയാണ്, ബീസ്റ്റുകളെ പോലെ അലമുറുകിയിടുകയാണ് എന്നുള്ളത് പോലെ തന്നെ. അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യർ, ദ പൂവർ, അവരെന്ത് ചെയ്യുന്നു? സഫറിങ്സ് ടു വിച്ച് ദേ ആർ ഫെയർലി അക്കസ്റ്റംഡ്. അവർ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. അവർ കേട്ടു, ഒരു ചെവികൾ കേട്ടു, മറു ചെവികൾ കളഞ്ഞു. അവരെന്നുള്ള അവരുടെ ജീവിതം പോലെ അവരുടെ വിഷമജനകമായ ആ ജീവിതത്തിലൂടെ അവർ വീണ്ടും കടന്നു. അവർ ദേ ആർ ബാക്ക് ടു ദെയർ നോർമൽ ലൈഫ്. അപ്പം നോർമൽ ലൈഫിനെ പറ്റിയാണ്. അപ്പം എന്ത് കേട്ടാലും എന്താണ്, എന്ത് മരണത്തിൻ്റെ വാർത്ത കേട്ടാലും നമ്മൾ ആ ഒരു നിമിഷം നമ്മൾ കരയും. ചിലപ്പം ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണെങ്കിൽ ചിലപ്പം ദിവസങ്ങളോളം കരയും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരികെ പോകും. അതാണ് വേ ഓഫ് ദി വേൾഡ്. ഒരു ലോകത്തിൻ്റെ ഒരു രീതി തന്നെ അങ്ങനെയാണെന്ന് തന്നെയാണ് ആര് പറയുന്നത്? ഓഡൻ പറയുന്നത്. ഹ്യൂമൻ കൈൻഡിനെ പറ്റി ബ്രോഡായിട്ട് ഇവിടെ സ്പീക്കർ പറയുന്നുണ്ട്. അവന് ഹി സേസ് ദാറ്റ് ഓൾ ആർ ഇൻ ദ സെൽ ഓഫ് ഹിംസെൽഫ് ആൻഡ് ഈച്ച് ഇൻ ദ സെൽ ഓഫ് ഹിംസെൽഫ് ഈസ് ഓൾമോസ്റ്റ് കൺവിൻസ്ഡ് ഓഫ് ഹിസ് ഫ്രീഡം. എല്ലാവർക്കും അവരെ പറ്റിയ ചിന്തകളുള്ളൂ, അവരുടെ കാര്യങ്ങളെപ്പറ്റി മാത്രമേ. നമുക്ക് നമ്മുടെ കാര്യങ്ങളെപ്പറ്റിയല്ലേ, നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് എപ്പോഴും ചിന്തകളുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ മരണവാർത്ത കേൾക്കുന്നു, അവർ മരിച്ചു, ചിലപ്പോൾ നമ്മളവിടെ അടിയന്തരത്തിൽ നിന്ന് പോകും, തിരിച്ചു വരും, ചിലപ്പോൾ ഒന്ന് വിഷമിക്കും, എന്നിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈഡ്സിൻ്റെ ഡെത്ത് ഒരിക്കലും ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ചെറിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള മറ്റുള്ളവർക്ക് മനസ്സിലേക്ക് ഈഡ്സ് മരിച്ചു അല്ലെങ്കിൽ ചെറിയൊരു വിലാപം അവരുടെ മനസ്സിലേക്ക് ഓടിക്കേറി കാണും. എ ഫ്യൂ തൗസൻഡ് വിൽ തിങ്ക് ഓഫ് ദിസ് ഡേ. കുറച്ച് മനുഷ്യർ എന്താണ് പറയുന്നത്, കുറച്ച് ആയിരക്കണക്കിന് മനുഷ്യർ ഈ ഒരു ദിവസത്തെ പറ്റി ചിലപ്പോൾ ഇനിയും ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാകും എന്ന് W.H. ഓഡൻ പറയുകയാണ്. ഈഡ്സിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് വൺ മോർ മൂമെൻറ്റ് ഓഫ് അൺപ്ലസൻറ്റ്നെസ് ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തുള്ള ഒരു ചെറിയൊരു മൂമെൻറ്റ് കൂടെ, ഒരാൾ മരണപ്പെട്ടുമ്പം ഒരു വിഷമം കൂടെ ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ ഈഡ്സിൻ്റെ ഡെത്ത് എന്ന് ആര് പറയുന്നത്? W.H. ഓഡൻ. ഇറ്റ് പാസ് ലൈക്ക് ജസ്റ്റ് എവറിത്തിങ് എൽസ് ഡസ്. ഒരാൾ മരണപ്പെടുമ്പം ഈഡ്സിന് മുമ്പേ ഒരുപാട് മനുഷ്യർ മരിച്ചിട്ടുണ്ടാകും. അപ്പം അപ്പോഴുണ്ടായ ഒരു വിഷമം തന്നെ ഈ ഒരു കാര്യത്തിലും ഉണ്ടാകുന്നുള്ളൂ. ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു വിഷമം, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓൾ ബിക്കം ബാക്ക് ടു നോർമൽ എന്നാണ് ആ ഒരു സ്റ്റാൻസയിലുടനീളം ആ സ്റ്റാൻസ 5 പറയുന്നത്. പാർട്ട് 1 സ്റ്റാൻസ 5. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. അടുത്ത സ്റ്റാൻസ 6 ആണ്. സ്റ്റാൻസ 6 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻസയിലെ അവസാനത്തെ ലൈനിൻ്റെ 2 ലൈൻസിൻ്റെ റെപ്പറ്റീഷൻ തന്നെയാണ് ഈ ഒരു 2 ലൈൻസ്. വാട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വി ഹാവ് അഗ്രി ദ ഡേ ഓഫ് ഹിസ് ഡെത്ത് വാസ് എ ഡാർക്ക് കോൾഡ് ഡേ. അപ്പം എന്താ പറയുന്നത്, നമ്മുടെ പ്രകൃതിയുടെ ഒരു എബിലിറ്റിയാണ് പറയുന്നത്. ഇപ്പം എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മളൊരു മല അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു പ്രദേശം, നല്ലൊരു വനം വെട്ടി നശിപ്പിച്ചു. കുറേ നാൾ കഴിയുമ്പം ആ വനത്തിൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും നടന്നെങ്കിൽ തന്നെ അവിടെ വീണ്ടും അനേകായിരം മരങ്ങൾ വീണ്ടും പൊങ്ങി വരും അല്ലേ? അത് തന്നെയാണ് പ്രകൃതിയുടെ ഒരു എബിലിറ്റിയാണ്. മനുഷ്യനും ആ ഒരു എബിലിറ്റി ഉണ്ട്. എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വിഷമം മാറി നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് മാറും എന്നാണ് ആ ഒരു 2 ലൈൻസിൽ പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡെത്ത്, ദ ഡേ ഓഫ് ഹിസ് ഡെത്ത് വാസ് എ ഡാർക്ക് കോൾഡ് ഡേ. ആ റെപ്പറ്റീഷൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ മരണം ഒരു ഡാർക്ക് കോൾഡ് ഡേയിലാണ് സംഭവിച്ചത്. അതുപോലെ കുറച്ച് ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ. നമുക്ക് ഒരു ഉപകരണം വെച്ച് നമ്മുടെ ഒരു ദിവസം അളക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ഉപകരണം വെച്ചിട്ട് ആ ദിവസത്തിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ആ ദിവസം ടൈം ഹാസ് ടു മൂവ് ഓൺ. അതാണ് അതിന് തൊട്ടുമ്പോൾ ഞാൻ പറയുന്നത് നേച്ചറിൻ്റെ എബിലിറ്റി. നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്കിപ്പം ഒരാളുടെ പ്രേമം തോന്നി അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം തോന്നി, ആ സ്നേഹത്തിൻ്റെ തോന്നുമ്പോൾ ഉള്ള ഒരു വികാരം പിന്നെ അനേകായിരം കാലഘട്ടത്തിൽ തോന്നണമെന്നില്ല. നമുക്കുണ്ടാകുന്ന വികാരങ്ങൾ അങ്ങനെയാണ്. നമുക്കുണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നായാൽ പോലും അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഓക്കെ, അതിങ്ങനെ ജസ്റ്റ് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും.
അതാണ് ആ ഒരു സ്റ്റാൻസുകളിൽ ഇവിടെ നീളം പറയുന്നത്. ടോട്ടലി ഈഡ്സിൻ്റെ ആ ഒരു മരണത്തെ പറ്റി ഫുള്ളായിട്ട് ഈ പാർട്ട് 1 പറയുന്നുണ്ട്. അടുത്ത് നമ്മൾ പാർട്ട് 2 സ്റ്റാൻസ 1 ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് ലിസൺ. അപ്പോൾ പാർട്ട് 2 സ്റ്റാൻസ 1. പാർട്ട് 2 നമ്മൾ മുമ്പേ പറഞ്ഞ ഒരൊറ്റ സ്റ്റാൻസേ ഉള്ളൂ. പാർട്ട് 1 6 സ്റ്റാൻസ, പാർട്ട് 2 ഒരു സ്റ്റാൻസ. ഓക്കെ, ഈ ഒരു സ്റ്റാൻസ വെച്ച് ലോങ് ആണ്, ലെങ്തിയാണ്. ഓക്കെ, ഒരു 10 ലൈൻ സെക്ഷനാണ് ഇതിൽ പറയുന്നത്. ഇവിടെ നമ്മൾ പറയായിരുന്നു, ആദ്യമേ പറയുന്ന ഒരു തേർഡ് പേഴ്സൺ ടു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ വ്യക്തിയിൽ നിന്ന് രണ്ടാമത്തെ വ്യക്തിയിലോട്ട് മാറുകയാണ് ഈ ഒരു സ്റ്റാൻസയിൽ ചെയ്യുന്നത്. ഇവിടെ ഈഡ്സിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ആരിവിടെ? WH ഓഡൻ. എന്ത് വെച്ച് അഡ്രസ്സ് ചെയ്യുകയാണ്? യു, നിങ്ങൾ അല്ലെങ്കിൽ നീ എന്ന് വെച്ച് അഡ്രസ്സ് ചെയ്യുകയാണ്. നീ എന്ന് പറയത്തിലായിരിക്കും, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് താങ്കൾ ഞങ്ങളെപ്പോലെ സില്ലിയായിരുന്നു. താങ്കൾ ഞങ്ങളെപ്പോലെ സില്ലിയായിരുന്നു. യു വർ സില്ലി ലൈക്ക് അസ്. നമ്മളെപ്പോലെ തന്നെ സില്ലിയായിരുന്നു. കാരണം എന്തെങ്കിലും മാറ്റം നമ്മൾ എന്ത് ചെയ്യും? ഒരു മാറ്റത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ശരിയാക്കാൻ നോക്കും. അവരുടെ ശരിയാകത്തുമില്ല, നമ്മൾ മോശമായി പോവുകയും ചെയ്യും. അതൊക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈഡ്സും ചെയ്തതെന്ന് ആര് പറയുന്നു? WH ഓഡൻ പറയുന്നു. താങ്കളുടെ ഗിഫ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം സർവൈവ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലൂടെയും അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ തന്നെയും താങ്കളുടെ ഈ ഒരു പോയട്രി എന്ന് പറഞ്ഞ താങ്കളുടെ ഈ ഒരു ഗിഫ്റ്റ് സർവൈവ് ചെയ്തു. പക്ഷേ എന്താണ്? മാഡ് അയർലൻഡ് ഹേർട്ട് യു ഇൻ ടു പോയട്രി. കാരണം അയർലൻഡ് എന്ന് പറഞ്ഞ ആ രാജ്യം അന്ന് ഐറിഷ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. ഒരു വിപ്ലവത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ 1960 എന്ന് പറഞ്ഞൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തൊട്ട് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഈ ചാനലിൽ കിടപ്പുണ്ട്. എന്താ ഈസ്റ്റർ 1960 എന്താണെന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കുക. അപ്പം ഞാൻ തൊട്ട് മുന്നേ എൻ്റെ സജഷൻ ഇട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക അല്ലെങ്കിൽ കേട്ട് നോക്കുക. ഈസ്റ്റർ 1960 ഈഡ്സിൻ്റെ ആ കവിതയിൽ എന്താ പറയുന്നത്? ഐറിഷ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു കവിതയെ പറ്റി ഈസ്റ്റർ 1960 ഒരു തരത്തിലുള്ള ഒരു ചേഞ്ചും എന്തുണ്ടാക്കിയില്ല, ഈ ഒരു മൂവ്മെൻറ്റിൽ ഉണ്ടാക്കിയില്ല. അപ്പം താങ്കൾ ഞങ്ങളെപ്പോലെ സില്ലിയായിരുന്നു. എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് വിചാരിച്ച് താങ്കൾ എന്തൊക്കെയോ എഴുതി കൂട്ടി, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. പക്ഷേ ആർക്കും അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ആരും എടുത്തില്ല. ഫോർ പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ. പോയട്രിക്ക് എന്താണ്? ഒരു തരത്തിലുള്ള ഒരു ചേഞ്ചും കൊണ്ടുവരാൻ സാധിച്ചില്ല. WH ഓഡൻ്റെ അഭിപ്രായത്തിൽ പോയട്രിക്ക് എന്താ പറയുന്നത്? പോയട്രി എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ തന്നെയാണ്, അല്ലേ? നമ്മുടെ ലൈഫിനെ പറ്റി അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ അതൊരു വലിയ തരത്തിലുള്ളൊരു മാറ്റമൊന്നും കൊണ്ടുവരാൻ അതിനെ കൊണ്ട് പറ്റത്തില്ല. ഈഡ്സ് ഒരു പക്ഷേ അതായിരിക്കും ഹോപ്പ് ചെയ്തത്, പ്രതീക്ഷിച്ചത്. ഈ തൻ്റെ പോയട്രി കൊണ്ട് എന്തെങ്കിലും വലിയ രീതിയിലുള്ള റെവല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ഈഡ്സ് കരുതി. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു വാട്ടറാണ്. വീണ്ടും അവിടെ വെള്ളത്തെപ്പറ്റി പരാമർശിക്കുകയാണ് ആര്? ഇവിടെ WB ഈഡ്സ് അല്ല, WH ഓഡൻ വെള്ളത്തെപ്പറ്റി പരാമർശിക്കുകയാണ്. അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് എൻറ്റേഴ്സ് ഇൻ ടു റാഞ്ചസ് ഓഫ് ഐസൊലേഷൻ ആൻഡ് ബിസി ഗ്രീസ്. എന്താ പറയുന്നത്? അതിങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ള വിഷമങ്ങളിലൂടെയും ജീവിത വേ ഓഫ് ദി ലൈഫിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളമാണ് എന്ത് പോയട്രി എന്ന് പറയുന്നത്. ഇറ്റ് ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലൂടെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ലോകത്തിൻ്റെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തിലൂടെ ഇങ്ങനെ സൂത്ത് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോയട്രി എന്ന് പറഞ്ഞ വെള്ളം. നോർമലി ലെഫ്റ്റ് അൺടച്ച്ഡ്. ആരും തന്നെ അതിലങ്ങനെ വലുതായിട്ട് തൊടുന്നില്ല. ഏകാന്തതയിലൂടെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ പശ്ചാത്താപങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, തീർത്തും വിഷമജനകമായ കാര്യങ്ങളിലൂടെ പോയിട്രി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? WH ഓഡൻ പറയുന്നത്. അതൊരു വേ ഓഫ് ഹാപ്പനിങ് ആണ് പോയിട്രി. അത് പവർഫുള്ളാണ്, മൊബൈലാണ്. അങ്ങനെ പോയിട്രിയെ പറ്റി വളരെ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഈഡ്സ് പറഞ്ഞതുപോലെ അതെന്താണ്? ഒരു വലിയ റെവല്യൂഷനാക്കി മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് നമ്മുടെ ദൈനംദിനമുള്ള ജീവിതത്തെ പറ്റി പരാമർശിക്കാം, ഇതാണെന്നൊക്കെ ആ പോയിട്രിയിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഒരു റെവല്യൂഷനൊന്നും അതിലൂടെ നമുക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ആര് പറയുന്നത്? WH ഓഡൻ പറയുന്നത്. ഈഡ്സ് ആഗ്രഹിച്ചത് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാനാണ്, പക്ഷേ അത് സാധിച്ചില്ല. ഈഡ്സ് പോയട്രി ഒരു ടൂളായിട്ട് കണ്ടു, വലിയൊരു ടൂളായിട്ട് കാണുകയാണ് ചെയ്തത്. പക്ഷേ ഓഡൻ പറയുകയാണ് അത് അദ്ദേഹത്തിൻ്റെ തെറ്റ് തന്നെയാണ്. ദാറ്റ്സ് യുവേഴ്സ് ഫോൾട്ട്. അത് അദ്ദേഹത്തിൻ്റെ തെറ്റാണ്. അദ്ദേഹം അങ്ങനെ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഈഡ്സിൻ്റെ ഫോൾട്ട് തന്നെയാണെന്നാണ് ആര് പറയുന്നത്? ഈ ഓഡൻ പറയുന്നത്. ഈഡ്സ് ഒരുപാട്
എക്സ്പെക്റ്റ് ടു മച്ച് ഓഫ് പോയിട്രിയിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ ഓടൻ പറയുന്നു അതൊന്നുമല്ല പോയിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതും, നമ്മൾ ഒരു മൂഡിൽ നമ്മൾ എഴുതും, ആളുകൾ വായിക്കുന്ന വേറൊരു ചിന്തകളിലായിരിക്കും, അവരുടേതായ കാഴ്ചപ്പാടുകളിലൂടെ അവർ അത് കൊണ്ടുപോകുമെന്നാണ് ആര് പറയുന്നത്, ഓടൻ പറയുന്നത്. അതൊരു ആക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇങ്ങനെ എന്താ പറയുന്നത്, ലോകത്തെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ് പോയട്രി. അല്ലാതെ ഈഡ്സ് വിചാരിക്കുന്ന പോലെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് അതിൽ നിന്ന് പാടില്ല. അദ്ദേഹം ഈസ്റ്റർ 1960 എന്ന് പറഞ്ഞാൽ ഒരു കവിത എഴുതുമ്പോൾ ഐറിഷ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിനെ പറ്റി ആ ഒരു കവിത എഴുതുമ്പം ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ കവിത എഴുതിയത്. പക്ഷേ അയർലൻഡിന് ഒരു മാറ്റവും സംഭവിച്ചില്ല, ആ കവിതയിലൂടെ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഈഡ്സ് ആഗ്രഹിച്ച പോലെ ഒന്നും തന്നെ നടന്നില്ല. അടുത്തത് പാർട്ട് 3 ആണ്. പാർട്ട് 3 ഫസ്റ്റ് സ്റ്റാൻസയാണ്. അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന രീതിയിൽ, വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഭൂമിക്ക്, എർത്തിന് എന്താണ്, ഒരു ഹോണേഡ് ഗസ്റ്റിനെ കിട്ടിയിരിക്കുന്നു. അത് ആരെന്നാണ് പറഞ്ഞേക്കുന്നത്, വില്യം ഈഡ്സ്, നമ്മുടെ WB ഈഡ്സ്. ഇപ്പോൾ ആദ്യമായിട്ട് WB ഈഡ്സിന്, വില്യം ഈഡ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ നാമം ആര് പരാമർശിക്കുന്നു, ഈ ഒരു ലൈൻസിലൂടെ WH ഓഡൻ പരാമർശിക്കുന്നു. വില്യം ഈഡ്സ് ഈസ് ലെയ്ഡ് ടു റെസ്റ്റ്, അദ്ദേഹം ശാന്തമായി കിടന്നുകൊള്ളട്ടെ, ആ ഭൂമിയിൽ ശാന്തമായി കിടന്നുകൊള്ളട്ടെ. ഭൂമിക്കൊരു ഹോണേഡ് ഗസ്റ്റിനെ കിട്ടിയിരിക്കുകയാണ്. കാരണം എന്താണ്, ഭൂമിയിലേക്ക് ചേർന്നിരിക്കുകയാണ് ആരുടെ ബോഡി, ഈഡ്സിൻ്റെ ശരീരം എന്താണ്, ഭൂമിയോട് ചേർന്നിരിക്കുകയാണ്. അപ്പം ചേർന്നപ്പോൾ അതൊരു പവിത്രമായ ശരീരമാണ്, അതൊരു ഹോണേഡ്, ബഹുമാനിക്കപ്പെടേണ്ട ഒരു ശരീരമാണ്. അപ്പോൾ ഭൂമിക്കൊരു ഹോണേഡ് ഗസ്റ്റിനെ കിട്ടിയെന്ന് ആര് പറയുന്നു, WH ഓഡൻ പറയുന്നു. ലെറ്റ് ദി ഐറിഷ് വെസൽ ലൈ എംപ്റ്റീഡ് ഓഫ് ഇറ്റ്സ് പോയട്രി. അപ്പം നമ്മുടെ ഈഡ്സ് ഒരു ഐറിഷ്കാരനാണ്. അപ്പം അദ്ദേഹം ഒരു ഐറിഷ് വെസൽ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ WH ഓഡൻ പറയുകയാണ് അദ്ദേഹം ഒരു ഐറിഷ് വെസലാണ്. വെസൽ എന്ന് വെച്ചാൽ എന്താ, വീപ്പ, കലം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ പോയട്രിയുടെ ഒരു വെസൽ തന്നെയായിരുന്നു ആര്, ഈ നമ്മുടെ WB ഈഡ്സ്. പോയട്രിയുടെ ഒരു വീപ്പ അല്ലെങ്കിൽ ഒരു കലം തന്നെ, ഒരു നമ്മൾ എന്താ വെസൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് തന്നെയായിരുന്നു ആര്, നമ്മുടെ WB ഈഡ്സ് എന്ന് WH ഓഡൻ പറയുകയാണ്. ഇപ്പോൾ അത് മാത്രമുണ്ട് ബാക്കി, ഏതാ, അദ്ദേഹത്തിൻ്റെ പോയട്രി മാത്രമുണ്ട് ബാക്കി. അദ്ദേഹത്തിൻ്റെ പോയട്രി, അതായത് ഇനി പോയട്രി എഴുതാൻ അദ്ദേഹം ഇല്ല, ആ ഭാഗം എം ടി ആയി കിടക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പോയട്രി എഴുതാൻ, പുതിയ പോയട്രികൾ എഴുതാൻ അവിടെ ആരും തന്നെ ഇല്ല, അതുകൊണ്ട് അത് എം ടി ആയിരിക്കുന്നു. പക്ഷേ പഴയ പോയട്രികളുണ്ട്, പഴയ ആ പോയട്രിയുടെ വെസൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകൾ അല്ലെങ്കിൽ പഴയകാല പോയട്രിയുടെ വെസൽ തന്നെ, പോയട്രിയുടെ വീപ്പ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻസ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു LG രൂപത്തിലാണ്, സ്ട്രക്ചറിലാണ് ഈ ഒരു പാർട്ട് 3 സെക്ഷൻ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു റൈം സ്കീമും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻസ 2ലേക്ക് പോകാം. സ്റ്റാൻസ 2 പറയുന്നത് വേൾഡ് വാർ 2 കാര്യമാണ്. പോയിട്സിൻ്റെ ഡെത്തിനെ പറ്റി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഡെത്ത് നടന്ന വർഷത്തെ പറ്റിയും ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നുണ്ട്. അതിൽ എഴുതിയിട്ടില്ല, പക്ഷേ അതിൽ നമുക്ക് വായിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാം. ഇൻ ദ നൈറ്റ് മെയർ ഓഫ് ദി ഡാർക്ക് ഓൾ ദി ഡോഗ്സ് ഓഫ് യൂറോപ്പ് ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വാർ 2 1939 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർഷം തന്നെയാണ് ആര് മരിക്കുന്നത്, WB ഈഡ്സ് മരിക്കുന്നത്. അപ്പോൾ ആ നൈറ്റ് മെയറിൻ്റെ ഡാർക്ക് നൈറ്റ് മെയറിൽ ആര് അലയ്ക്കാൻ തുടങ്ങി, ഓൾ ദി ഡോഗ്സ് ഓഫ് യൂറോപ്പിൻ്റെ എല്ലാവിധ പട്ടികളും എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ വ്യക്തികളെ പറ്റിയാകാം, അല്ലെങ്കിൽ ആ യുദ്ധത്തിനെ പറ്റിയാകാം, യുദ്ധത്തിനെ പറ്റിയാകാം, അല്ലെങ്കിൽ ആർമികളെ ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ആർമി ബാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പം വേൾഡ് വാർ 2 സ്റ്റാർട്ടായിരിക്കുന്നു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, the living nation wait and each is sequestered in its hate. സെക്വസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏകാന്തതയാണ്, ലോൺലിനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു വേൾഡ് വാർ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, വേൾഡ് വാർ 2 കംപ്ലീറ്റ് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ വേൾഡ് വാർ 2 സമയത്താണ് ആര് മരിക്കുന്നത്, 2 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്, ആ വർഷത്തിൽ തന്നെയാണ് നമ്മുടെ WB ഈഡ്സ് മരിക്കുന്നത്. ആ വേൾഡ് വാർ 2 ലിവിങ് നേഷൻസിന് തമ്മിലുള്ള ഫൈറ്റുകളെയും കോൺഫ്ലിക്റ്റുകളെയും പറ്റിയാണ് ഇവിടെ നമ്മുടെ WH ഓഡൻ വ്യക്തമാക്കുന്നത് ആ സ്റ്റാൻസിലൂടെ. ഓരോ നേഷനുകളും തമ്മിൽ അടിയുണ്ടാക്കാനിരിക്കുന്നു. അവർ ഇൻഡിവിജ്വലായിട്ട് അവരുടെ ഹേറ്റുകൾ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ വേൾഡ് വാർ 2 സ്റ്റാർട്ടാകുന്നു.
അപ്പം ഓരോ ചേരികളായിട്ട് തിരിഞ്ഞില്ലേ. വേൾഡ് വാർ 2 എന്ന് പറയുന്ന വേൾഡ് വാർ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് ആയപ്പോഴത്തേക്ക് വീണ്ടും ഓരോ ചേരികളായിട്ട് തിരിഞ്ഞു. ചേരികൾ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് കൺട്രീസിന് ഇൻഡിവിജ്വലായിട്ട് തമ്മിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ലാസ്റ്റ് രണ്ട് ലൈൻസിൽ ആ സ്റ്റാൻസിൽ പറയുന്നത്. ലിവിങ് നേഷൻസ് വെയിറ്റ് ഈച്ച് സെക്വസ്റ്റേർഡ് ഇൻ ഇറ്റ്സ് ഹേറ്റ്. അടുത്തത് പറയുന്നത് ഇൻ്റലക്ച്വൽ ഡിസ്ഗ്രേസിനെ പറ്റിയാണ്. അതായത് ഭൗതികമായ ഒരു മാനക്കേട് അല്ലെങ്കിൽ ഭൗതികമായ ഒരു കളങ്കത എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരുടെ കണ്ണുകളിലും എല്ലാവരുടെ മനുഷ്യരുടെ കണ്ണുകളിലും അല്ലെങ്കിൽ എല്ലാവരുടെ മുഖത്തും എന്താണ് ഒരു ഇൻ്റലക്ച്വൽ ഡിസ്ഗ്രേസ് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോയട്രിയുടെ ഒരു എന്താ പറയുന്നത് ഒരു ഫ്ലോ നിന്ന് തന്നെ പറയാം. ദ പവർ ഓഫ് പോയട്രി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് എന്താ പറയുന്നത് വേൾഡിനെ ആസ്വദിക്കാൻ പറ്റിയ ഒഴുക്ക് ഇപ്പോൾ നിന്നുപോയി. കാരണം എന്താ, വേൾഡ് വാർ 2 ഒക്കെ സ്റ്റാർട്ടായി. അപ്പം എല്ലാവരും എന്താണ് പേടിച്ച് വരേണ്ടിരിക്കുകയാണ്. അവിടെ പോയട്രിക്കൊന്നും കലകൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അല്ലേ. നമ്മളിപ്പം കൊറോണയുടെയൊക്കെ ടൈമാണല്ലേ. കൊറോണയുടെയൊക്കെ ടൈം ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി, എല്ലാ സമയത്തും നിന്നു. നമ്മുടെ തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടി. അപ്പം അവിടെ കലകൾക്കൊന്നും വലിയ സ്ഥാനമില്ലാതെ വന്നു. ഓൺലൈനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനുണ്ട്. പക്ഷേ പണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ലല്ലേ, ഓൺലൈനായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലോ തന്നെ അങ്ങ് നിന്നു. പോയിട്രിയുടെ ഒരു ഫ്ലോ തന്നെ അങ്ങ് ഒരു പവർ തന്നെ അങ്ങ് നിന്നു. അങ്ങനെ കംപ്ലീറ്റ് ഇൻ്റലക്ച്വലായിട്ട് ഭൗതികപരമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു അപമാനക്കേട് തന്നെ പോയിട്രിക്ക് ഉണ്ടായി. പോയിട്രി ഇല്ലാത്ത വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു. എല്ലാ മനുഷ്യരുടെ മുഖത്തിലും അത് കാണുവാനുണ്ട്. ലോകമെമ്പാട് നോക്കുമ്പോൾ എല്ലാം കുറേ കള്ളത്തരങ്ങൾ മാത്രം. അപ്പോൾ വേൾഡ് വാർ 2 കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പൊളിറ്റിക്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു സീസ് ഓഫ് പിറ്റി ലായ്, മൊത്തം കളങ്കതമാർന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ലോക്ക്ഡ് ആൻഡ് ഫ്രോസൺ ഇൻ ഈച്ച് ആയി. അപ്പം ആ ഫുള്ള് കള്ളത്തരം തുടങ്ങിയ മുഖങ്ങൾ, കള്ളം എവിടെ നോക്കിയാലും കള്ളം, യുദ്ധം, പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻ, മൊത്തം കള്ളത്തരം മാത്രം പറയുന്ന പൊളിറ്റീഷ്യൻസ്, അങ്ങനെ ആ രീതിയിലായി ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ വേൾഡ് വാർ 2 വന്നപ്പോഴത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈഡ്സിൻ്റെയും ഓഡൻ്റെയും ഒരു പൊളിറ്റിക്കൽ ചിന്താഗതിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻസിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് നമ്മൾ ആരെ ഫോളോ ചെയ്യണം, പോയറ്റിനെ ഫോളോ ചെയ്യണം. ഇവിടുത്തെ പോയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WB ഈഡ്സ് ആണ്. അപ്പോൾ ഈഡ്സിൻ്റെ ഒരു എബിലിറ്റിയെ പറ്റി പറയുകയാണ്. അദ്ദേഹം റൈറ്റ് ആണെന്നാണ് ആര് പറയുന്നത്, WH ഓഡൻ പറയുന്നത്. ഹീസ് റൈറ്റ്, WB ഈഡ്സ് ഈസ് റൈറ്റ്. സോ വി മസ്റ്റ് ഫോളോ ഹിം. ഫോളോ ദ പോയറ്റ്, ഫോളോ റൈറ്റ്. അദ്ദേഹത്തിന് ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും ശരിയായിട്ടുള്ള കാര്യം. എവിടം വരെ ഫോളോ ചെയ്യണം, ടു ദ ബോട്ടം ഓഫ് ദ നൈറ്റ്. എത്രയും ഫോളോ ചെയ്യാമോ അത്രയും ഫോളോ ചെയ്യണം. എങ്ങനെ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, വിത്ത് അവർ എന്താണ് അൺകൺസ്ട്രെയിനിങ് വോയിസ്. നമ്മുടെ അനിയന്ത്രിതമായ എന്ന് പറഞ്ഞാൽ ഒട്ടും നിയന്ത്രണം ഇല്ലാത്ത വോയിസിൽ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഫോളോ ചെയ്യണം. എന്നിട്ട് എന്താ നമുക്ക് റീജോയ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് WH ഓഡൻ പറയുന്നത്. അപ്പോൾ ആ പോയട്രിയുടെ ഒരു പവർ തന്നെയാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെ പറ്റി, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പോയട്രിയുടെ ഒരു പവറാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയട്രി എപ്പോൾ വായിച്ചാലും നമുക്കെന്താണ് ഒരു റീജോയ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് WH ഓഡൻ പറയുന്നത്. അടുത്ത സ്റ്റാൻസ 5 അപ്പം സ്റ്റാൻസ 5 പറയുന്നത് WH ഓഡൻ പറയുകയാണ്. WH ഓഡൻ കുറച്ച് ഡാർക്ക് ഇമേജസ് അവിടെ യൂസ് ചെയ്തേക്കാണ്. ആ ഡാർക്ക് ഇമേജസ് യൂസ് ചെയ്തിട്ട് ഈഡ്സ് സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റി എങ്ങനെയാണ് പറഞ്ഞതെന്ന്, ഈഡ്സിൻ്റെ ചിന്താഗതി എന്തായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിനെ പറ്റി എന്നാണ് ആ അടുത്ത സ്റ്റാൻസിൽ പറയുന്നത്. വിത്ത് ദ ഫാമിംഗ് ഓഫ് എ വേർഡ്സ്, അദ്ദേഹം എന്താണ് ഒരു വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പദ്യം. അദ്ദേഹം ഒരു പദ്യത്തിൻ്റെ ഫാമിംഗ് തന്നെ, ഒരു കൃഷി തന്നെ നടത്തി. എന്നിട്ട് ആ കൃഷിയിലൂടെ എന്തുണ്ടാക്കി, മേക്ക് എ വൈൻ യാർഡ് ഓഫ് ദി കേഴ്സ്, പാപങ്ങളുടെ ഒരു മുന്തിരിത്തോട്ടം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, അവിടെ അദ്ദേഹം മനുഷ്യരാശിയുടെ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പാടി നടന്നു. ഇൻ എ റാപ്ചർ ഓഫ് ഡിസ്ട്രസ്. എങ്ങനെയാണ് പാടി നടന്നത്, ഇൻ എ റാപ്ചർ ഓഫ് ഡിസ്ട്രസ്. റാപ്ചർ എന്ന് പറഞ്ഞാൽ ആനന്ദം, ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ വിഷമം അല്ലെങ്കിൽ ദുഃഖകരം. അപ്പം ദുഃഖകരമായിട്ടുള്ള ദുഃഖകരത്തിൻ്റെ ആനന്ദത്തെ പറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അത് തൻ്റെ രണ്ട് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിനെ ക്രിറ്റിസൈസ് ചെയ്തേക്കുകയാണ്. ആര്, WB ഈഡ്സ് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, അദ്ദേഹത്തിൻ്റെ പദ്യത്തിലൂടെ അദ്ദേഹം കൃഷി നടത്തി ആ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾ ക്രിറ്റിസൈസ് ചെയ്ത്, ഹ്യൂമൻ അൺസക്സസിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ പാപങ്ങളുടെ ഒരു മുന്തിരിത്തോട്ടം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പാപം ഉണ്ടാക്കിയെന്നല്ല, ആ പാപങ്ങളെ ചൂണ്ടിക്കാണിച്ചു.
പദ്യത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു. വിഷമം ദുരിതം അനുഭവിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എല്ലാം അദ്ദേഹം ഈറ്റ്സ് ചൂണ്ടിക്കാണിച്ചു എന്നാണ് ആര് പറയുന്നത്? ഇവിടെ W.H. ഓഡൻ പറയുന്നത്. ലാസ്റ്റ് സ്റ്റാൻസയാണ്, തീരാൻ പോവുകയാണ്. എല്ലാം നമ്മൾ ഏകദേശം കവർ ചെയ്തു. ലാസ്റ്റ് സ്റ്റാൻസയും കൂടെ നോക്കാം. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസയിൽ ഒരു പ്രതീക്ഷ, ഒരു ഒപ്റ്റിമിസ്റ്റിക്കൽ ചിന്താഗതിയാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നമാണ് എല്ലാം എന്താ പറയുന്നത്, ഒരു വിഷയത്തിലോട്ട്, അത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങൾ, ഈറ്റ്സിൻ്റെ മരണം, അങ്ങനെ പല ഡാർക്കായിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്തെങ്കിൽ പോലും ഇവിടെ വീണ്ടും എന്താ പറയുന്നത്, ഡിസേർട്സ് ഓഫ് ദി ഹാർട്ട്, ഇൻ ദ ഡിസേർട്സ് ഓഫ് ദി ഹാർട്ട് ലെറ്റ് ദ ഹീലിംഗ് ഫൗണ്ടൻ സ്റ്റാർട്ട്. അപ്പം ആ മരുഭൂമിക്കിടയിൽ എന്ത് വരട്ടെന്ന് ഒരു ഹീലിംഗ് ചെയ്തുകൊണ്ട്, നമ്മളെ ശമിപ്പിച്ചുകൊണ്ട് എന്ത് വരട്ടെ, ഒരു ഫൗണ്ടൻ വന്നു കൊള്ളട്ടെ. ലെറ്റ് ദി ഹീലിംഗ് ഫൗണ്ടൻ സ്റ്റാർട്ട്. ആ ആളില്ലാത്ത മരുഭൂമിയിൽ, ആ ഹൃദയത്തിൻ്റെ ആളില്ലാത്ത ആ മരുഭൂമിയിലേക്ക് എന്ത് വരട്ടെ, ഒരു ഹീലിംഗ്, ഒരു ഫൗണ്ടൻ, ഒരു ഹീൽ ചെയ്യുന്ന ഒരു ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ശമിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കടന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ, വറ്റി വരേണ്ട ഭൂമിയിലേക്ക് കുറച്ച് വെള്ളം വരട്ടെ, അല്ലെങ്കിൽ പ്രശ്നമായി കിടക്കുന്ന മനുഷ്യരാശിക്കിടയിൽ നല്ല കാര്യങ്ങളെല്ലാം വരട്ടെ. ഇൻ ദ പ്രിസൺ ഓഫ് ഹിസ് ഡേയ്സ് ടീച്ച് ദ ഫ്രീ മാൻ ഹൗ ടു പ്രൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൈസ് ആയിരിക്കണം, നമ്മൾ പ്രൈസ് ആകാൻ പഠിക്കണം, നമ്മൾ ഹോപ്പ്ഫുൾ ആവാൻ പഠിക്കണം, ശുഭപ്രതീക്ഷയോടെ നിൽക്കാൻ എപ്പോഴും പഠിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിസണിന് തുല്യമാണ്. പ്രിസൺ എന്താണ്? ജയിൽ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ജയിലിന് സമാനമാണ്. നമ്മളത് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതം ഒരു ജയിലാണ്, ഒരു പ്രിസണാണ്. നമ്മുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണമെന്ന് നമ്മൾ യുക്തിപൂർവമായിട്ട് ആലോചിക്കുക. ഒരിക്കലും ഒരു നെഗറ്റീവ് ചിന്താഗതി ആവാതെ ബി ഒപ്റ്റിമിസ്റ്റിക് ഓൾ ദ ടൈം, അല്ലെങ്കിൽ ബി ഹോപ്പ്ഫുൾ, ഓർ വി ലേൺ ഹൗ ടു പ്രൈസ്. അപ്പം എപ്പോഴും നല്ല ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുക എന്നൊക്കെയാണ്. അവസാനം ഒരു ശുഭപ്രതീക്ഷയോടെയാണ് ഈ ഒരു സോങ്ങല്ല, ഈ ഒരു പോയം കൊണ്ട് ആര് നിർത്തുന്നത്? W.H. ഓഡൻ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ ഏരിയസും, എല്ലാ സെക്ഷൻ, ഈ ഒരു പോയത്തിലെ എല്ലാ സെക്ഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും തന്നെ കവർ ചെയ്യാനില്ല. എല്ലാ സ്ട്രക്ചർ പറഞ്ഞു, അനാലിസിസ് പറഞ്ഞു, സമ്മറി, ഓൾറൗണ്ട് സമ്മറി പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് റിംഗ് ദ ബെൽ ഐക്കൺ. ഓക്കെ, സോ ഹാവ് എ ഗുഡ് ഡേ.